കിളവന നാളുകൾ അധിക്ഷേപിക്കുന്ന സീരിയൽ താരമൊക്കെയായ ക്രിസ് വേണുഗോപാൽ ചെറുപ്പകാലത്ത് സുമുഖനും സുന്ദരനുമൊക്കെ തന്നെയായിരുന്നു. നടൻ ക്രിസ് വേണുഗോപാൽ തന്നെ ഇക്കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കിട്ട സ്റ്റോറിയിലാണ് ഇന്നാളുകൾ കിളവനെന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്ന ക്രിസ് വേണുഗോപാൽ തന്റെ യങ് ഏജിലുള്ള ഫോട്ടോസ് പങ്കിട്ടത്. അതേസമയം സീരിയൽ താരമായ ദിവ്യ ശ്രീധറിനെ വിവാഹം ചെയ്തതോടുകൂടിയാണ് നടൻ ക്രിസ് വേണുഗോപാൽ എന്ന പേര് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറുന്നത്. ദിവ്യയുടെയും ക്രിസ് വേണുഗോപാലിന്റെയും രണ്ടാം വിവാഹമായിരുന്നു ഒരുമിച്ചുള്ളത്. ദിവ്യയ്ക്കൊപ്പം നിൽക്കുന്ന ക്രിസ് വേണുഗോപാലിന്റെ വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടി ഈ കിളവനെ മാത്രമേ വിവാഹം ചെയ്യുവാൻ ദിവ്യയ്ക്ക് കിട്ടിയുള്ളൂ എന്ന തരത്തിലായിരുന്നു ചോദ്യങ്ങളൊക്കെ വന്നത്. കിളവൻ എന്ന രീതിയിൽ ക്രിസ് വേണുഗോപാലിന് അധിക്ഷേപം കേൾക്കുവാനുള്ള പ്രധാന കാരണം എന്തെന്നാൽ ക്രിസിന്റെ നരച്ച താടിയും മുടിയുമായിരുന്നു. എന്നാൽ പക്ഷേ ക്രിസിന് 49ഉം ദിവ്യയ്ക്ക് 43 വയസ്സും മാത്രമാണ് പ്രായം. ഇരുവരും തമ്മിൽ ആകെ 6 വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാൽ പക്ഷേ ഇവരുടെ പ്രായം അറിഞ്ഞും അറിയാതെയും ഒക്കെ പലരും ക്രിസിനെ സോഷ്യൽ മീഡിയയിൽ കൂടി അധിക്ഷേപിച്ചിരുന്നു. എന്നാൽ താനൊരു കാലത്ത് ചോക്ലേറ്റ് ഹീറോയെ പോലെ സുന്ദരനായിരുന്നുവെന്ന് ക്രിസ് വേണുഗോപാൽ പറയാതെ പറയുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ച ഫോട്ടോകളിലൂടെ. പല വർഷങ്ങളിലായി പകർത്തിയ തന്റെ ചില ഫോട്ടോകളാണ് നടൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കൂടി പങ്കുവച്ചത്. പല പ്രായത്തിലും രൂപത്തിലുമുള്ള ക്രിസിന്റെ ആ ഫോട്ടോകൾ ഇപ്പോഴും വൈറലാണ്. യുവാവായിരിക്കുമ്പോഴുള്ള ക്രിസിന്റെ രൂപം വളരെ വ്യത്യസ്തമാണെന്നും തിരിച്ചറിയാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണെന്നും ഈ ഒരു ഫോട്ടോ വാർത്തയായപ്പോൾ ആളുകൾ കമന്റുകളും കുറിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ പക്ഷേ ദിവ്യ ശ്രീധറുമായി ക്രിസ് വേണുഗോപാൽ വിവാഹം കഴിച്ചതിന് പിന്നാലെ ഒരു മുത്തശ്ശന് ദിവ്യ ശ്രീധർ വിവാഹം കഴിച്ചു എന്നുള്ള തരത്തിലും ചിലർ പരിഹസിച്ച് രംഗത്ത് വന്നിരുന്നു. ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന സീരിയലിൽ തന്റെ യഥാർത്ഥ പ്രായത്തെക്കാളും പ്രായമായ ഒരു കഥാപാത്രത്തെയാണ് ക്രിസ് വേണുഗോപാൽ അവതരിപ്പിക്കുന്നത്. ഈ ഒരു ഇമേജും കൂടി ഇദ്ദേഹത്തിനായപ്പോൾ ഏറെ പ്രായം ചെന്നയാളാണ് ക്രിസ് എന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പലരും തെറ്റിദ്ധരിക്കുകയായിരുന്നു. എന്നാൽ മുടി കറുപ്പിച്ച് നരമറച്ചു വെച്ച് യാഥാർത്ഥ്യത്തെ മൂടിയിട്ട് ജീവിക്കുന്നതിനോടൊന്നും ക്രിസിന് ഒട്ടും താല്പര്യമില്ല. നടനെന്ന നിലയിൽ മാത്രമല്ല വിദ്യാഭ്യാസം കൊണ്ടും ബുദ്ധി കൊണ്ടും കല കൊണ്ടും കഴിവുകൊണ്ടുമൊക്കെ ഇതിനോടകം പല നേട്ടങ്ങളും ക്രിസ് വേണുഗോപാൽ ജീവിതത്തിൽ നേടിയിട്ടുണ്ട്. നടനായിട്ടാണ് പക്ഷേ പ്രേക്ഷകർക്ക് ക്രിസിനെ പരിചയമുള്ളത്. പക്ഷേ റേഡിയോ ടെലിവിഷൻ രംഗത്ത് വർഷങ്ങളായി സജീവമായ താരം കൂടിയാണ് ക്രിസ്. കൂടാതെ തന്നെ മോട്ടിവേഷണൽ സ്പീക്കറാണ്. എഴുത്തുകാരനും വോയിസ് കോച്ചും ഹിപ്നോ തെറാപ്പിസ്റ്റും ഒക്കെയാണ് ക്രിസ് വേണുഗോപാൽ. മാത്രമല്ല 6 ഭാഷകളിൽ വോയിസ് ഓവർ ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ് ക്രിസ്. സൈക്കോളജിയിൽ MSc ഇദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ ഫിലിം മേക്കിംഗും പഠിച്ചിട്ടുണ്ട്. 2018 ഹിപ്നോ തെറാപ്പി പ്രാക്ടീസ് ചെയ്തു. പിന്നീട് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായും കുറച്ചുകാലം ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഈവനിംഗ് കോളേജിൽ പോയി ചേർന്ന് ഇദ്ദേഹം ലോയും പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സകലകല വല്ലഭൻ തന്നെയാണ് ഈ ഒരു ക്രിസ് വേണുഗോപാൽ. തന്റെ പ്രായത്തെക്കുറിച്ച് ആളുകൾക്കിടയിൽ ചർച്ചയുണ്ടായപ്പോൾ ആദ്യമൊക്കെ മൗനമായിരുന്നു ക്രിസിന്റെ പ്രതികരണം. എന്നാൽ പിന്നീട് ഇദ്ദേഹം പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. പത്തരമാറ്റ് എന്ന സീരിയലിലെ മുത്തശ്ശനേക്കാളും വളരെ ചെറുപ്പമാണ് തനിക്കെന്ന് കുറച്ചു പേർക്കെങ്കിലും അറിയാം. അതുപോലെ തന്നെ പ്രേക്ഷകർ പ്രായമായ ആളായി തന്നെയാണ് തന്നെ കാണുന്നത്. തന്റെ കൂടെ തന്റെ ഭാര്യയായി അഭിനയിക്കുന്ന ബിന്ദു രാമകൃഷ്ണൻ തന്റെ അമ്മയെക്കാളും 1 വയസ്സിന് ഇളയ ആളാണെന്നുകൂടി അന്ന് ക്രിസ് പറയുകയുണ്ടായി. അവരുടെ മൂത്ത മകന് തന്നെക്കാളും 1 വയസ്സ് കുറവുമുണ്ട്. പക്ഷെ എവിടെയോ ഒരു നര കൊണ്ട് തനിക്ക് പ്രായം തോന്നിക്കുന്നുണ്ട്. സീരിയൽ അഭിനയിക്കുമ്പോൾ തന്റെ 2 മുത്തശ്ശന്മാരെയാണ് താൻ മാതൃക ആക്കുന്നതെന്നാണ് ക്രിസ് പറഞ്ഞിട്ടുള്ളത്. തന്റെ അമ്മയുടെ അച്ഛനെയും തന്റെ അച്ഛന്റെ അച്ഛനെയുമാണ് താൻ മാതൃകയാക്കിയിരിക്കുന്നത്. അവരുടെ സംസാര രീതിയും അവരുടെ പെരുമാറ്റവും നിരീക്ഷിച്ചതായിരിക്കാം ഈ ഒരു കഥാപാത്രം അവതരിപ്പിക്കുവാൻ തന്നെ സഹായിച്ചതെന്നാണ് ക്രിസ് വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഈ കഴിഞ്ഞ വർഷം അവസാനത്തോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ദിവ്യ ശ്രീധറിന്റെയും ക്രിസ് വേണുഗോപാലിന്റെയും വിവാഹം നടക്കുന്നത്. ആഘോഷമായി നടന്ന വിവാഹത്തിന്റെ വീഡിയോകളും വൈറലായിരുന്നു. കണ്ണൂർ സ്വദേശിനിയാണ് ദിവ്യ ശ്രീധർ. ദിവ്യയ്ക്ക് ആദ്യ വിവാഹത്തിൽ 2 മക്കളുണ്ട്. മൂത്തത് മകളും ഇളയത് മകനുമാണ്. ഇവരും ക്രിസിനും ദിവ്യയ്ക്കും ഒപ്പം തന്നെയാണ് താമസിക്കുന്നതും. സീരിയലുകളിൽ ക്യാരക്ടർ വേഷങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന നടിയാണ് ദിവ്യ ശ്രീധർ. സോഷ്യൽ മീഡിയയിലും ഇവർ വളരെ സജീവമാണ്. ക്രിസും ദിവ്യയും ഒരുമിച്ച് സീരിയലിൽ അഭിനയിച്ചിട്ടുമുണ്ട്. വിവാഹത്തിന് ശേഷവും ദിവ്യ സീരിയൽ അഭിനയവുമായി സജീവമാണ്. അടുത്തിടെ ഇരുവരും വിവാഹമോചിതരായി എന്ന തരത്തിൽ വ്യാജ റിപ്പോർട്ടുകളും പ്രചരിച്ചിരുന്നു. അപ്പോൾ ദിവ്യയും ക്രിസും പ്രതികരിച്ചുകൊണ്ട് രംഗത്തും വന്നു. തന്റെ ആദ്യ വിവാഹ ജീവിതം ടോക്സിക് ആയിരുന്നുവെന്നാണ് ക്രിസ് വേണുഗോപാൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. സമാനമായ അനുഭവം തന്നെയായിരുന്നു ദിവ്യ ശ്രീധറിനും പറയാനുള്ളത്. ഈ അടുത്തായി കഴിഞ്ഞ വാലന്റൈൻസ് ഡേയിൽ ഭർത്താവ് സമ്മാനിച്ച സമ്മാനങ്ങളുമായി ദിവ്യ ശ്രീധർ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്ക് മുന്നിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.